എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് വന്നിട്ടുള്ളത് ഹ്യുണ്ടായുടെ ഷോറൂമിലാണ് കേട്ടോ. അതെ, ഇപ്പോൾ ഏറ്റവും തരംഗമായി നിൽക്കുന്നത് വൺ ഓഫ് ദി ബെസ്റ്റ് സെല്ലിംഗ് കാർസ്, അതായത് SUV സെഗ്മെൻറ്റിൽ, ഒരു കോമ്പാക്ട് SUV സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ വിറ്റിട്ടുണ്ടായിരുന്ന ഒരു വാഹനമായിരുന്നു ക്രെട്ട. അതെ, ഇതാ ഈ കിടക്കുന്ന ക്രെട്ട. അപ്പോൾ ഇതിൻ്റെ ഒരു ഇലക്ട്രിക് അവതാരം വന്നിരിക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്, കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ കംപ്ലീറ്റ്ലി ഇതൊരു ഐസ് വാഹനമായിരുന്നു, പെട്രോൾ ഡീസൽ വേരിയൻസിലായിരുന്നു അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കംപ്ലീറ്റ്ലി ഇലക്ട്രിക് ലേക്ക് ഒരു ഇവോൾവ് ചെയ്തിട്ട് ആയിരുന്നു. ഇതാരത്? അപ്പോൾ നമുക്ക് ഷോറൂമിൻ്റെ ഉള്ളിലേക്ക് കയറാം. ഇതാണ് വാഹനത്തിൻ്റെ കീ, സാധാ കീ തന്നെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ദാ കിടക്കുന്നു നമ്മുടെ ഇലക്ട്രിക് വീരൻ. അതെ, ഇതാണ് നമ്മുടെ ഏറ്റവും പുതിയ ക്രെട്ടയുടെ ഇലക്ട്രിക്. അപ്പോൾ ക്രെട്ട ഇലക്ട്രിക് നമുക്കിവിടെ ബോർഡ് വെച്ചിട്ടുള്ളത് കാണാം. ഗ്രീൻ ബോർഡാണ് വരുന്നത്, കാരണം ഇതൊരു ഇലക്ട്രിക് വാഹനമാണ്. അപ്പോൾ നമുക്ക് ഈ വാഹനം അൺലോക്ക് ചെയ്യാം. LED ലൈറ്റ്സ് അത്യാവശ്യം നന്നായി കേട്ടോ. ഫ്രണ്ട് നോക്കുകയാണെങ്കിൽ ഇതാ നമ്മൾ സാധാ ക്രെട്ട ഇതാണ് കിടക്കുന്നത്. അപ്പോൾ ഗ്രില്ല് നമുക്ക് വ്യത്യാസം മെയിൻലി നോക്കുകയാണെങ്കിൽ ഇതാ ഒരു ഗ്രില്ലും ഒരു ഗ്രില്ലും നമുക്ക് വ്യത്യാസം കാണാൻ പറ്റുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഗ്രില്ലാണ് വരുന്നത്, കുറച്ചുകൂടി ഒരു മസ്കുലർ ലുക്കാണ് വരുന്നത്. എന്നാൽ ഇതിൻ്റെ ഒരു EV-ish ലുക്കായിട്ടാണ് ഗ്രില്ല് കൊണ്ടുവന്നിട്ടുള്ളത്. അതിൽ കുറേ ഒരു പിക്സലേറ്റഡ് എലമെൻറ്റ്സ് നമുക്ക് കാണാം. കണ്ടോ, അങ്ങനെ ഒരു പിക്സലേറ്റഡ് എലമെൻറ്റ് കാണാം. താഴെയാണെങ്കിൽ നമുക്ക് ഒരു ബ്ലാക്ക് മാറ്റ് ഫിനിഷിലാണ് ഈ ഒരു പിക്സൽ എലമെൻറ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇതിന് ആക്റ്റീവ് എയർ ഫ്ലാപ്പ് എന്നാണ് വിളിക്കുന്നത്. നമുക്ക് കീ ഒന്ന് എടുത്ത് വെച്ചിട്ട് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. അപ്പോൾ ഈ ആക്റ്റീവ് എയർ ഫ്ലാപ്പ് എന്താണെന്ന് വെച്ചാൽ വണ്ടിയുടെ എയറോ ഡൈനാമിസിറ്റി ഒന്നുകൂടി കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മൾ വാഹനം ഒരു സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ചുകൂടി എയർ ഫ്ലോ ഉണ്ടായിട്ട് ഈ എയർ ഫ്ലാപ്പ് വർക്ക് ആവാൻ തുടങ്ങും. ഇത് ഫംഗ്ഷനിങ് എയർ ഫ്ലാപ്പാണ്. അപ്പോൾ എയറിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് കുറച്ചുകൂടി ബെറ്റർ റേഞ്ചും അതുപോലെ തന്നെ ആ ഒരു എയറോ ഡൈനാമിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു എയർ ഫ്ലാപ്പ് വെച്ചിട്ടുള്ളത്. ഈ ഒരു ഏരിയയിൽ നമുക്ക് ബ്ലാക്ക് മാറ്റ് ഫിനിഷാണ് വരുന്നത്. പിന്നെ ഇതൊരു ആഷ് ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്, അത്യാവശ്യം കാണാൻ കുറച്ചൊരു പ്രീമിയം ലുക്ക് കൊടുക്കുന്നുണ്ട്. ഫ്രണ്ടിൽ പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട്, നമുക്ക് 360 ഡിഗ്രി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. കംപ്ലീറ്റ്ലി LED ലൈറ്റ്സാണ് വരുന്നത്, LED ഹെഡ് ലാമ്പും. ഇവിടെ നമുക്ക് ഒരു ഫ്രണ്ട് ക്യാമറ കാണാം. ഇവിടെയാണ് നമ്മുടെ ചാർജിങ് പോർട്ട് വരുന്നത്. നമുക്ക് ജസ്റ്റ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തൊന്നും പറ്റില്ല. ഈ ഒരു ഭാഗത്ത് നമുക്കൊരു സൈൻ കൊടുത്തിട്ടുണ്ട്, അവിടെ അമർത്തി കഴിഞ്ഞാൽ തുറന്നു. ഇവിടെയാണ് നമ്മുടെ ചാർജിങ് പോർട്ട് വരുന്നത്. ചാർജിങ് പോർട്ട് ഏകദേശം കാണാൻ നല്ല ഭംഗിൻ്റെ ഒരു ഇല്യൂമിനേറ്റഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ രാത്രിയൊക്കെ നമ്മൾ തുറക്കുമ്പോൾ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് ഈ 4 കട്ട കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റേഞ്ച് അറിയാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു ഹോൾഡ് എന്നൊരു ബട്ടൺ ഉണ്ട്, അത് എന്തിനാണെന്ന് അറിയില്ല. ഇത് പിന്നെ എൻ്റെ പുഷ് ബട്ടൻ്റെ ഒരു ലോക്കാണ് കാണിക്കുന്നത്. നമ്മൾ അമർത്തി കഴിഞ്ഞാൽ ഓഫ് ആകും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് അറക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംവിധാനമാണ്. പിന്നെ ഇത് മുകളിൽ നമുക്കൊരു ചാർജർ വരുന്നുണ്ട്, താഴെ ഫാസ്റ്റ് ചാർജറും നോർമൽ അഡാപ്റ്ററും രണ്ടും വ്യത്യാസമുള്ള സംഭവങ്ങളാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഫാസ്റ്റ് ചാർജർ ആക്ച്വലി ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇത് ആക്ച്വലി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ കണക്ട് ചെയ്യാവുന്നതാണ്. ഇവരിപ്പോൾ സെറ്റപ്പ് ചെയ്തതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ വാഹനം ചാർജ് ചെയ്യുന്നത്. ഇവിടെ കണക്ട് ചെയ്തിട്ട് ഇവിടെ വേറൊരു ചാർജറും വരുന്നുണ്ട്. നമുക്കിതൊന്ന് അടയ്ക്കാം. ഇതിൻ്റെ റേഞ്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഇതിൽ 2 ടൈപ്പാണ് വരുന്നത്, 2 ബാറ്ററി ടൈപ്സാണ് വരുന്നത്. ഒന്ന് 42 kWh ബാറ്ററിയും 51.4 kWh ബാറ്ററിയും. ഇപ്പോൾ 42 kWh ബാറ്ററി 135 PS ഓഫ് പവറാണ് പ്രൊഡ്യൂസ് ചെയ്യുക. അത് കുറച്ച് പവർ കുറഞ്ഞ ബാറ്ററിയാണ്. പിന്നെ 51.4 kWh ബാറ്ററി 171 PS ഓഫ് പവറാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടും ഡിഫറെൻറ്റ് റേഞ്ചാണ് ഓഫർ ചെയ്യുന്നത്. മറ്റേ 42 kWh ബാറ്ററി നമുക്ക് 390 കിലോമീറ്റർ ഓടാൻ പറ്റും. എന്നാൽ 51.4 kWh ബാറ്ററി, അതായത് കുറച്ചുകൂടി റേഞ്ച് കൂടിയ വേരിയൻ്റാണ്. അപ്പോൾ 473 കിലോമീറ്ററാണ് ഹ്യുണ്ടായി പറയുന്നത് ക്ലെയിം റേഞ്ച്. പക്ഷേ അറൗണ്ട് നമുക്ക് ചിലപ്പോൾ ഒരു 460-70 കിലോമീറ്റർ കഷ്ടി കിട്ടുന്നുണ്ടാവും. അതാണ് റേഞ്ചിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു വാഹനത്തിൻ്റെ എഫിഷ്യൻസിയെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ വിശേഷങ്ങൾ. ഇനി ഫ്രണ്ടിലത്തെ ബോണറ്റ് നമുക്കുള്ള എഞ്ചിൻ കാണാലോ. എഞ്ചിനല്ല, അല്ലൊരു ഫ്രങ്ക് പറഞ്ഞൊരു സംഭവം വരുന്നുണ്ട്, അതൊന്ന് ഞാൻ കാണിച്ചുതരാം. അപ്പോൾ സെയിം ഈ ഒരു സംഭവം തന്നെയാണ് വരുന്നത്. ഇത് തുറന്നു കഴിഞ്ഞാൽ എഞ്ചിൻ തുറക്കുന്ന പോലെ തന്നെയാണ്. എഞ്ചിനല്ല, ബോണറ്റ് നോർമലി തുറക്കുന്ന പോലെ തന്നെയാണ് വരുന്നത്. ഇതിൻ്റെ ക്ലിപ്പ് എവിടെയോ അമ്പോ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഇത് നമുക്കൊന്ന് ഹോൾഡ് ചെയ്തിട്ട് ലോക്ക് ചെയ്ത് വയ്ക്കാം, ഇല്ലെങ്കിൽ പണിപാട്. ഓക്കെ, നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ എഞ്ചിനല്ല, ഫ്രങ്ക് എന്ന് പറഞ്ഞ് ഒരു സ്റ്റോറേജ് സ്പേസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയും. ഇത് തുറക്കണമെങ്കിൽ ഇത് ഇവിടെ ഒരു ചെറിയൊരു ബക്കിൾ പോലത്തെ സംഭവം കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് തുറന്നു കഴിഞ്ഞാൽ EV എന്നൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് 10 കിലോഗ്രാം പേലോഡ് കപ്പാസിറ്റി വരുന്നൊരു ചെറിയൊരു 22 ലിറ്ററിൻ്റെ ഫ്രങ്ക് സ്പേസാണ് നമുക്കിവിടെ കാണാം. സ്റ്റോറേജ് സ്പേസിൻ്റെ കാര്യം പറയുമ്പോൾ എവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. അതാ ഫ്രങ്ക് 22 ലിറ്ററിന് കാണിച്ചിട്ടുണ്ട്. ബൂട്ട് സ്പേസ് 433 ലിറ്ററാണ്. സാധാ ക്രെട്ടയിലും അതേ ബൂട്ട് സ്പേസ് തന്നെയായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. പെട്ടിയുടെ ഉള്ളിലൊരു പെട്ടി. അപ്പോൾ ഇവിടെ കുറച്ചൊരു
സ്മൂത്ത് ഫിനിഷ് കൊടുത്തിട്ടുണ്ട് സാധനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട്. ഇതിൽ നമുക്ക് പുള്ളപ്പ് പറഞ്ഞൊരു സംഭവം കൊടുത്തിട്ടുണ്ട്. കാരണം ഈ ബാറ്ററിയുടെ പോസിറ്റീവ് സൈഡ് ഇവിടെയാണ്. അപ്പോൾ ഇത് തുറന്നു കഴിഞ്ഞാലാണ് നമുക്ക് പോസിറ്റീവിൻ്റെ മാറ്റാൻ പറ്റും. അപ്പോൾ ഈ ഒരു പാനൽ പോലെ ഈ ഒരു സാധനം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ മാക്സ് ലോഡ് 10 കിലോഗ്രാം എന്നാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ 10 കിലോഗ്രാം കൂടുതൽ വെക്കാൻ പാടില്ല. എന്തായാലും ആ ഒരു ബൂട്ട് സ്പേസിന് പുറമേ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് വരുന്നത് പറഞ്ഞാൽ വളരെ നല്ലൊരു കാര്യമാണ്. ഇലക്ട്രിക് വാഹനങ്ങൾ ഇപ്പോൾ ഒരു ട്രെൻഡാണ്. കാരണം പിന്നിലൊരു നമ്മുടെ ബൂട്ടിലൊരു സ്പേസ് വരും, പിന്നെ ഫ്രണ്ടിലും ഈ ഒരു സ്പേസ് വരും. കാരണം നമുക്ക് എഞ്ചിൻ ഇല്ലല്ലോ, പകരം ബാറ്ററി ആണല്ലോ. അതുകൊണ്ട് ഇതിൻ്റെ ബാറ്ററി പ്ലേസ് ചെയ്തിട്ടുള്ളത് താഴെയാണ് കേട്ടോ. അതുകൊണ്ടാണ് നമുക്കിവിടെ ഒരു സ്പേസ് സാധനങ്ങൾ വെക്കാനുള്ളത് കിട്ടുന്നത്. നമുക്കിതൊന്ന് അടയ്ക്കാം. ഇതിൽ കളേഴ്സ് എങ്ങനെയൊക്കെയാണ് വരുന്നതെന്ന് വെച്ചാൽ, ഫസ്റ്റ് പറയുകയാണെങ്കിൽ ഓഷ്യൻ ബ്ലൂ, പിന്നെ ബോണറ്റ് അടയ്ക്കുമ്പോൾ ഇങ്ങനെ വിട്ടിട്ട് വേണം അടയ്ക്കാൻ. നമ്മൾ മെല്ലെ അമർത്തിയിട്ട് അടച്ചു കഴിഞ്ഞാൽ അത് ലോക്കിനെ ബാധിക്കുന്നതാണ്. അപ്പോൾ ഇത് ആക്ച്വലി ഓഷ്യൻ ബ്ലൂ കളറാണ്, ഒരു ലൈറ്റ് ബ്ലൂ കളറാണ്. ഇത് വൈറ്റിൽ വരുന്നുണ്ട്, റെഡിൽ വരുന്നുണ്ട്. പിന്നെ ഇതേ കളറ് ഈ ഒരു ഓഷ്യൻ ബ്ലൂ കളറിൽ തന്നെ ഇതിപ്പോൾ ഷൈനി സ്ട്രക്ചറാണ്, നിങ്ങൾക്ക് കാണാമല്ലോ, തിളങ്ങുന്ന കണ്ടില്ലേ. ഇതിൻ്റെ അതേ ഇത് വേറൊരു നമുക്ക് മാറ്റ് ഫിനിഷിൽ വരുന്നുണ്ട്. അതായത് ഇതൊരു ഡ്രൈ ആയൊരു ഫീൽ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഷൈനി ആയിരിക്കില്ല, പക്ഷെ ഒരു മാറ്റ് ബ്യൂട്ടിഫുൾ ഫിനിഷാണ് വരുന്നത്. അപ്പോൾ ഈ ബ്ലൂ, ലൈറ്റ് ബ്ലൂ അല്ലെങ്കിൽ ഓഷ്യൻ ബ്ലൂവിൽ തന്നെ നമുക്ക് 2 കളർ വേരിയൻസ് വരുന്നുണ്ട്. ഈ ഒരു റിഫ്ലക്ഷൻ ഉള്ളതും ഈ ഒരു ഷൈനി ടൈപ്പ് ഉള്ളതും, പിന്നെ മാറ്റ് ഫിനിഷിലും. മാറ്റ് ഫിനിഷ് കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കേട്ടോ. അത് നമ്മുടെ കിയ സോണറ്റിൻ്റെ ഒരു എക്സ് വേരിയൻറ്റ് വന്നിട്ടുണ്ടായിരുന്നല്ലോ, ഒരു ഡാർക്ക് ഗ്രേ കളർ, അതേപോലെയാണ് ഇതിൻ്റെയും വരുന്നത്. പക്ഷേ ലൈറ്റ് ബ്ലൂ ആ മാത്രം. പിന്നെ റെഡ്, ഡാർക്ക് റോയൽ ബ്ലൂ പറഞ്ഞൊരു കളർ വരുന്നുണ്ട്, നമ്മുടെ എക്സ്റ്ററിൻ്റെ കളർ ഉള്ളതുപോലെ. ഇവിടെ ഏതെങ്കിലും വാഹനം ഉണ്ടോ? അതാ നമ്മുടെ നിയോസിൻ്റെ കളറിൻ്റെ ഒരു ഷായിലാണ് ഇതിൻ്റെ ഒരു ബ്ലൂ കളർ വരുന്നത്. അപ്പോൾ വാഹനം അത്യാവശ്യം കാണാൻ നല്ലതാണ്. പിന്നെ നമ്മുടെ അതേ ക്രെറ്റയുടെ അതേ ലുക്കും ലെങ്ത്തും പിന്നെ വിഡ്ത്തും എല്ലാം ഏകദേശം ഒരേപോലെ തന്നെയാണ് വരുന്നത്. വീൽസ് എന്ന് പറഞ്ഞാൽ 17 ഇഞ്ചിൻ്റെ വീൽസാണ് വരുന്നത്. എയറോ വീൽസാണ്, എയറോ ഡൈനാമിക്സിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു വീൽസാണ്. നമുക്ക് കാണാം ഒരു ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ലൈനിനൊക്കെ ഒരു റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. നമ്മൾ വിചാരിക്കും ഇതെന്താ ഇങ്ങനത്തെ വീൽസ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ റേഞ്ച് കൂടാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ എയർ ഫ്ലോ അങ്ങനത്തെ രീതിയിലായിരിക്കുമ്പോൾ നമുക്ക് റേഞ്ച് കൂട്ടിയിട്ട് വാഹനം ഓടിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീലിന് പോലും ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് അർത്ഥം. അപ്പോൾ EV ആയതുകൊണ്ട് തന്നെ എയറോ ഡൈനാമിക് വീൽസ് എന്നാണ് വിളിക്കുന്നത്, അഥവാ എയറോ വീൽസ്. എന്നാൽ നമുക്ക് സ്പെയർ വീൽ വരുന്നത്, നമുക്ക് ബൂട്ട് തുറക്കാം. സ്പെയർ വീൽ വരുന്നത് സാധാ സ്റ്റീൽ വീലാണ് കേട്ടോ. ഇവിടെ ചാർജർ വെച്ചിട്ടുണ്ട്. എന്നാൽ മറ്റേ ജാക്കിയും പിന്നെ ഹസാർഡ് ലൈറ്റ്സിൻ്റെ കാര്യങ്ങളും, ഹസാർഡ് ലൈറ്റ്സ് അല്ല, ഒരു ട്രയാങ്കിൾ ഉണ്ടല്ലോ, അതിൻ്റെ ഹസാർഡ് ട്രയാങ്കിൾ എന്ന് വേണമെങ്കിൽ പറയാം, അതിൻ്റെ കാര്യങ്ങളും. ഇനി ഇത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇവിടെയാണ് സ്പെയർ വീൽ വരുന്നത്. അത് നോർമൽ 17 ഇഞ്ചിൻ്റെ സ്റ്റീൽ വീൽ തന്നെയാണ്. അതിലൊരു കോംപ്രമൈസും ഹ്യുണ്ടായി ചെയ്തിട്ടില്ല. പ്രോപ്പർ 17 ഇഞ്ചിൻ്റെ വീൽസ് തന്നെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഫ്രണ്ടിലത്തെ ലൈറ്റിൻ്റെ ഫംഗ്ഷൻ നമുക്ക് നോക്കിയാലോ. ആദ്യം വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ലൈറ്റെല്ലാം ഓണാക്കാം. ലൈറ്റ് ഓണാക്കിയിട്ടുണ്ട്. ഹസാർഡ് ലൈറ്റ്സും ഓണാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. വാഹനം ഓണായിട്ടില്ല കേട്ടോ. ഓക്കെ, ഇനിതാ ഇത് വരുമ്പോൾ നമുക്ക് കാണാം അത്യാവശ്യം നല്ല ഭംഗിയുള്ള ലൈറ്റ്സാണ് കേട്ടോ. ഈ ഒരു LED ഹെഡ് ലാമ്പ്സ്, പിന്നെ 3 സ്ക്വയർ ക്യൂബായിട്ടുള്ളൊരു ടേൺ ഇൻഡിക്കേറ്റേഴ്സും LED ആണ്. പിന്നെ ഈ ഒരു ഫോക്കസ്ഡ് LED ഹെഡ് ലാമ്പും. പിന്നെ ഇവിടെ നമുക്ക് ചെറിയൊരു ഗ്യാപ്പ് കാണാം. അതെന്താണെന്ന് വെച്ചാൽ ഒരു എയറോ ഡൈനാമിസിറ്റിക്ക് വേണ്ടിയിട്ട്, ഈ എയറോ ഡൈനാമിസിറ്റിക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് ഹ്യുണ്ടായി. കാരണം എന്താണെന്ന് വെച്ചാൽ കൂടുതലൊരു റേഞ്ച് ഓഫർ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു അട്രാക്റ്റീവ് കാര്യം എന്താണെന്ന് വെച്ചാൽ 0 to 100 നമ്മുടെ ഈ ക്രെറ്റയ്ക്ക് വെറും 7.9 സെക്കൻഡ്സ്, അഥവാ 7.9 സെക്കൻഡ് ആവശ്യമുള്ളൂ. ഇതിൻ്റെ ഒരു കോമ്പറ്റീറ്റർ പറഞ്ഞാൽ നെക്സോൺ വരുന്നുണ്ട്, പിന്നെ XUV 400 വരുന്നുണ്ട്. XUV 400 8.4 സെക്കൻഡ്സ് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സെഗ്മെൻറ്റിൽ ഏറ്റവും ക്വിക്കസ്റ്റ് ആക്സലറേഷനിലൊരു EV ആണ് നമ്മുടെ ക്രെറ്റ ഇലക്ട്രിക്. അപ്പോൾ ഈ ഒരു ഏരിയ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു ഫ്രണ്ട് ഫാസിയാണ് വരുന്നത്. പിന്നെ ചാർജിങ് പോർട്ട്, ഹ്യുണ്ടായുടെ ബാഡ്ജിങ്, വലിയൊരു ലോഗോയാണ് ഹ്യുണ്ടായുടെ വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് പിന്നിലോട്ട് പോകാം. പിന്നിലേക്ക് വരുമ്പോൾ പറയുകയാണെങ്കിൽ ഇതാ LED ടെയിൽ ലാമ്പ്സ് വരുന്നുണ്ട്, LED ടേൺ ഇൻഡിക്കേറ്റേഴ്സ്. ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. 1 2 3 ഡിസൈനായിട്ടാണ് കൊടുത്തിട്ടുള്ളത്, 3 ലൈനായിട്ട്. പിന്നെ ക്രെറ്റ ബാഡ്ജിങ് കാണാം. ക്രെറ്റ ഇലക്ട്രിക് എന്നുള്ളൊരു ബോർഡ് വെച്ചിട്ടുണ്ട് ഇവിടെ, ഇലക്ട്രിക് എന്ന ബാഡ്ജിങ്. ഇവിടെ നിന്നാണ് നമ്മൾ നമ്പർ പ്ലേറ്റ് വരുന്നത്, ഗ്രീൻ കളറിൽ ഒബിയസ്ലി. പിന്നെ പിന്നിൽ വൈപ്പർ വരുന്നുണ്ട്. അഗൈൻ ഇവിടെ ടോപ്പ് ടെയിൽ ലാമ്പ് വരുന്നുണ്ട്, ബ്രേക്ക് ലൈറ്റ്സ്. പിന്നെ ഇവിടെ നമുക്ക് ഷാർക്ക് ഫിൻ ആൻറ്റിന വരുന്നുണ്ട്. പിന്നെ ഇത്
കോഷൻ ഡു നോട്ട് അപ്ലൈ ലോഡ് എന്ന് എഴുതിയിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് വിചാരിക്കും ഇത് ബാഗേജ് ക്യാരിയറാണ്, അപ്പോൾ സാധനങ്ങളൊന്നും ഇവിടെ വെക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ പനോരമിക് സൺറൂഫാണ് ഇവിടെ ഇരിക്കുന്നത്. അങ്ങനെ ഉള്ളിൽ കയറിയിട്ട് കാണിച്ചു തരാൻ തുറന്നിട്ട്, പിന്നെ ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡ് കൊടുക്കുന്ന കാരണം കുറച്ചുകൂടി പ്രീമിയം ലുക്ക് ഈ വാഹനത്തിന് കൊടുക്കുന്നുണ്ട്. പിന്നെ താഴെ നമുക്ക് റിഫ്ലക്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഏരിയ കണ്ടോ, കുറേ ഞാൻ ഇതൊരു ഹ്യുണ്ടായുടെ ഒരു മോഡൽസിന് കാണാത്തൊരു കാര്യമാണ് ഇങ്ങനെ എലമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫ്രണ്ടിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു ബോക്സ് ടൈപ്പ് എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ 3 ലൈറ്റ്സ് എന്താണെന്ന് അറിയോ, റിയർ ലൈറ്റ്സ് ആണ്. അതെ, മറ്റേ റിവേഴ്സ് ലൈറ്റ്സ് ആണ്. പിന്നെ ഇവിടെ നമുക്ക് റെയർ പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട്. ആഷ് കളറിൽ ഒരു സ്കേർട്ടിങ് കൊടുത്തിട്ട് കാണാനുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്, ഹ്യുണ്ടായുടെ ലോഗോ. അപ്പോൾ അതൊക്കെയാണ് പിന്നത്തെ പറ്റിയിട്ടുള്ള വിശേഷങ്ങൾ. ഫ്രണ്ടിൽ ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഈ ഒരു ഗ്ലാസ് പോലെ ഒരു സംഭവം വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ പോലും ഇങ്ങനത്തെ ഒരു ടെക്സ്ചർ കൊടുത്തിട്ടുണ്ട്. അതൊരു പുതിയൊരു യൂണിക് ഡിസൈനാണ് ഹ്യുണ്ടായി നമ്മുടെ പുതിയ ക്രെറ്റ ഇലക്ട്രിക്കിൽ കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇതിൽ അഡാസ് വരുന്നുണ്ട്. ലെവൽ 2 അഡാസ് ആണ് വരുന്നത്. സ്മാർട്ട് സെൻസ്, ഹ്യുണ്ടായി സ്മാർട്ട് സെൻസ്, അതായത് അഡ്വാൻസ് ഡ്രൈവർ അസിസ്റ്റൻറ്റ് സിസ്റ്റം. അപ്പോൾ ഇവിടെയാണ് ആ റഡാർ വരുന്നത്. അപ്പോൾ ഇതുവഴിയാണ് നമ്മുടെ റോഡ് സ്കാൻ ചെയ്യുക. പിന്നെ ഇത് നമുക്ക് അഡാസ് ലിങ്ക്ഡ് റീജനറേറ്റീവ് ബ്രേക്കിംഗ് ഉണ്ട്. അതെ, റീജനറേറ്റീവ് ബ്രേക്കിംഗ് എന്താ, നമ്മൾ ആക്സലറേഷൻ കൊടുക്കാതിരിക്കുമ്പോൾ, ത്രോട്ടിൽ കൊടുക്കാതിരിക്കുമ്പോൾ, അതായത് ആക്സിലേറ്റർ നമ്മൾ ചവിട്ടാതിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വാഹനം ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് റേഞ്ച് കൂട്ടി കിട്ടാൻ വേണ്ടിയിട്ട് ബാറ്ററി റീജനറേറ്റ് ആവും. അതായത് ചാർജ് റീഫില്ലാവും വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ. അതിനു വേണ്ടി ആ ഒരു സംവിധാനം ഈ വാഹനത്തിലുണ്ട്. അതും ഹ്യുണ്ടായുടെ അഡാസ് കൂടിയും രണ്ടും കൂടിയും ലിങ്ക് ചെയ്തിട്ടാണ് ഈ ഒരു ക്രെറ്റ ഇലക്ട്രിക് വന്നിട്ടുള്ളത്. അപ്പോൾ വളരെ ഒരു യൂസ്ഫുൾ കാര്യമാണ്. പിന്നെ നമുക്ക് ഇതാണ് സൈഡ് റിയർ വ്യൂ മിറർ വരുന്നത്. ഇവിടെ LED ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കാണാം. ഇവിടെ ഒരു ക്യാമറ കാണാം. അത് ആക്ച്വലി 360 ഡിഗ്രി ക്യാമറയ്ക്ക് ഹെൽപ്ഫുൾ ആവുന്നതാണ്. പിന്നെ നമുക്കിവിടെ ടച്ച് ഓപ്പൺ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ വാഹനത്തിൻ്റെ ഉള്ളിൽ കയറി ഇരുന്നിട്ട് ഇൻറ്റീരിയർ വിശേഷങ്ങൾ പറയാം. ഇതാ നമ്മൾ ഉള്ളിൽ കയറി ഇരുന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കീ ഇവിടെ വെക്കാം. കീ വെക്കുന്ന സ്ഥലത്താണ്, ഒരു മിനിറ്റ്. ഇതാണ് നമ്മുടെ വയർലെസ് ചാർജർ വരുന്നത്. പിന്നെ ഇവിടെ C ടൈപ്പ് ചാർജറിന് ഓപ്ഷൻ വരുന്നുണ്ട്. 12 വോൾട്ടിൻ്റെ ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. പിന്നെ ഇവിടെ USB ചാർജർ വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം. ഇതാണ് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം. 10.25 ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ് വരുന്നത്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എല്ലാം വരുന്നുണ്ട്. ഇവിടെയാണ് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ വരുന്നത്. നമുക്ക് വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. നല്ല ചൂട് എടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, റെഡി ടു സ്റ്റാർട്ട് ഡ്രൈവിങ്ങിനാണെങ്കിൽ നമുക്ക് AC സ്വിച്ച് ഓൺ ചെയ്യാം. ഇതാണ് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യേണ്ട സംഭവം. ഇതും ടെമ്പറേച്ചർ കൺട്രോൾ. ഇത് ആക്ച്വലി ഈ ഒരു ഡിവൈഡറാണ്. അതായത് ഡ്രൈവർ ഓൺലി എന്ന് കാണാൻ. ഈ ഒരു പാർട്ട് മൊത്തം ഡ്രൈവറിൻ്റെ സൈഡിക്കും, അത് മറ്റേത് പാസഞ്ചർ സൈഡിക്കും. പിന്നെ നമുക്ക് സീറ്റ് വെന്റിലേഷൻ വരുന്നുണ്ട്. പാസഞ്ചറിനും ഡ്രൈവറിനും പാസഞ്ചറിനും സീറ്റ് വെന്റിലേഷൻ വരുന്നുണ്ട്. അപ്പോൾ സ്പീഡ് ഇത്തിരി കൂടി പോയതുകൊണ്ട് ഇതാണ് നമ്മുടെ സ്പീഡ് കുറയ്ക്കാനുള്ള ഒരു ഓപ്ഷൻ. നമുക്ക് ലൈറ്റായിട്ട് ഇരുന്നോട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം. ഇതിൽ ഞാൻ ഇതുവരെ ഒരു വാഹനത്തിലും കണ്ടില്ലാത്തത് ഹ്യുണ്ടായിൽ തന്നെ ആദ്യമായിട്ടാണ്. കാരണം ഇതിൽ ഹ്യുണ്ടായി പേ അഥവാ ഇൻ കാർ പേയ്മെൻറ്റ് സിസ്റ്റം വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു കാർ പാർക്കിംഗ് ലോട്ടിൽ നിർത്തി കഴിഞ്ഞു, അല്ലെങ്കിൽ എവിടെയെങ്കിലും ചാർജിങ് സ്റ്റേഷനിൽ പോയിട്ട് വാഹനം സ്റ്റാർട്ട് ചെയ്തു വിചാരിക്കുക, അതായത് ചാർജ് ചെയ്യാൻ. എന്നിട്ട് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞ് പോകുമ്പോൾ നമ്മൾ ഗൂഗിൾ പേയിൽ പേ ചെയ്യില്ലേ, അതേപോലെ നമുക്ക് ഈ ഒരു ഹുണ്ടായുടെ ബ്ലൂ ലിങ്ക് കണക്ടിവിറ്റി പറഞ്ഞൊരു ഫീച്ചറുണ്ട്. അല്ലെങ്കിൽ 90+ കണക്റ്റഡ് കാർ ഫീച്ചേഴ്സാണ് വരുന്നത്. അതുവഴി നമുക്ക് വാഹനത്തിൽ നിന്നിരുന്നിട്ട് ഈ ഒരു സ്ക്രീൻ ഉപയോഗിച്ചിട്ട് നമുക്ക് പൈസ അടയ്ക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അത് കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യും. അപ്പോൾ പിന്നെ നമുക്കിവിടെ സെറ്റപ്പ് ചെയ്യാനുള്ള ഓപ്ഷനും മ്യൂസിക്കിൻ്റെ സിസ്റ്റം അതൊക്കെ ഇവിടെയാണ് വരുന്നത്. മീഡിയ കൺട്രോൾ ചെയ്യാനും നമുക്ക് ഇവിടെ കാണാം. AM FM സൗണ്ട്സ് ഓഫ് നേച്ചർ അതൊക്കെ വരുന്നുണ്ട്. പിന്നെ മെനുക്ക് പോകാൻ നമുക്ക് ഇതെല്ലാം. അപ്പോൾ നമ്മുടെ അത് ഓഫായിപ്പോയി. ഓക്കെ, FM ഓൺ ആയതാണ്. പിന്നെ നമുക്ക് സ്റ്റിയറിങ്ങിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. ഹ്യുണ്ടായുടെ ലോഗോ ഇല്ലയോ, എന്താ നിങ്ങൾ വിചാരിച്ചോ? ഈ 4 ഡോട്ട് കണ്ടോ, 1 2 3 4. ഇതിന് നമ്മൾ വിളിക്കുന്നത് മോർസ് കോഡ് എന്നാണ്. അതായത് ഒരു ഭാഷയാണ്. ഈ ഹ്യുണ്ടായുടെ സ്പെല്ലിങ് ഇങ്ങനത്തെ രീതിയിലാണ് ഇപ്പോൾ കാണിച്ചിട്ടുള്ളത്. നമ്മൾ അയോണിക് 5 കണ്ടിട്ടുണ്ട് ആക്ച്വലി. അങ്ങനെയാണ് അവർ പേര്, അതായത് ഹ്യുണ്ടായുടെ ലോഗോൻ്റെ പകരം കുറച്ചുകൂടി ഒരു യൂണീക്ക് ആയിട്ട് രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. എനിക്ക് സ്റ്റിയറിംഗ് എങ്ങനെയാണ് നിങ്ങളുടെ ഒപ്പീനിയൻ പറയും. എനിക്ക് കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ടു. എന്നാലും കുറച്ചുകൂടി ഒരു മോഡേൺ ആവായിരുന്നു, അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു ഷൈനി സ്റ്റഫ്സ് എന്തെങ്കിലും വെക്കായിരുന്നു എന്ന് എനിക്ക് തോന്നി. കുറച്ചുകൂടി ഗ്ലോസി ഫിനിഷ്. എന്നാലും നോ കംപ്ലയിൻറ്റ്സ്. ഇലക്ട്രിക് ആകുമ്പോൾ കുറച്ചുകൂടി ഒരു യൂണീക്ക് ആവുമല്ലോ. നമുക്കിവിടെ അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ സിസ്റ്റം, പിന്നെ ബ്രേക്കിംഗ്, അതൊക്കെ അഡാസിൻ്റെ സിസ്റ്റമാണ് വരുന്നത്. അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ. പിന്നെ ഫ്രണ്ടിൽ വാഹനം പെട്ടെന്ന് ബ്രേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക് ഇടേണ്ട ആവശ്യമില്ല, കാരണം ഇത് ഓട്ടോമാറ്റിക്കലി ബ്രേക്ക് ആവും. അങ്ങനത്തെ കുറേ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അതിൻ്റെ എല്ലാത്തിൻ്റെ ബ്രോഷർ ഞാനിവിടെ ആക്ച്വലി കോൺടാക്ട് നമ്പർ കൊടുക്കാം, നിങ്ങൾക്ക് വിളിച്ചിട്ട് ചോദിച്ചാൽ മതി. നമുക്ക് എല്ലാം കൂടി ഇതിൽ കവർ ചെയ്യാൻ പറ്റില്ലല്ലോ. ബേസിക് അഡാസ് ഫീച്ചേഴ്സ് ആണ് ഇതിൽ വരുന്നത്. പിന്നെ നമുക്ക് മോഡ് വരുന്നുണ്ട്. ഇതിൽ ഡ്രൈവ് മോഡ്സ് വരുന്നുണ്ട്. ഇക്കോ, സ്പോർട്ട്, പിന്നെ നോർമലും. ഇക്കോ ഇപ്പോൾ സ്പോർട്ടിലേക്ക് മാറി. നമുക്ക് ഇവിടെ കാണാം നോർമൽ, ഇക്കോ.
അല്ല ഇക്കോ നോർമൽ സ്പോർട്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന സാധനങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് സ്റ്റിയറിംഗിനെ പറ്റിയിട്ടുള്ള വിശേഷങ്ങൾ. നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ ഈ വാഹനത്തിൻ്റെ ഗിയർ ഗിയർ കാണാനില്ലല്ലോ, ഇതാ ഇവിടെയാണ്. നമ്മുടെ പണ്ടത്തെ അംബാസഡറിലൊക്കെ അയച്ചാൽ ഇവിടെയായിരുന്നു. പക്ഷേ ഇതിൻ്റെ അയണിക് അല്ല, നമ്മുടെ ക്രെറ്റ ഇലക്ട്രിക്കിൻ്റെ ഇവിടെയാണ് വരുന്നത്. ഇതെന്താണെന്ന് വെച്ചാൽ DNRP വരുന്നുണ്ട്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതാ ഈ ഒരു സംഭവം നമുക്ക് ബ്രേക്ക് അമർത്താം കേട്ടോ. ഇത് ഇങ്ങടാക്കിയിട്ട് ആക്കി കഴിഞ്ഞാൽ ഇത് 2 ക്ലിക്ക് വരുന്നുണ്ട് കേട്ടോ. 1 2 അപ്പോൾ ഡിയിൽ വീണു. ഇനി നമ്മൾ തിരിച്ച് ആക്കി കഴിഞ്ഞാൽ ന്യൂട്രൽ വീഴും. ഇത് 1 2 ആക്കി കഴിഞ്ഞാൽ റിവേഴ്സിൽ വരും. എന്നിട്ട് ഇനി പിയിൽ ഇടണമെങ്കിൽ നമുക്ക് ജസ്റ്റ് P ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിയിലേക്ക് വീഴും. അപ്പോൾ റിവേഴ്സ് ഓൺ ആക്കിയിട്ട് നമുക്ക് റിവേഴ്സ് ലൈറ്റ്സ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. റിയർ ക്യാമറ അടിപൊളിയായിട്ടുണ്ട്, നല്ല ക്ലാരിറ്റിയാണ്. 360 ക്യാമറ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ജസ്റ്റ് പിയിലിടാം, ഇല്ലെങ്കിൽ വാഹനം ചിലപ്പോൾ പോയി കഴിഞ്ഞാൽ എല്ലാം ഇടിച്ച് മുറിച്ചുണ്ട്. നമുക്ക് റെയർ പാർക്കിംഗ് ക്യാമറ സ്വിച്ച് ഓൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഓട്ടോ ഹോൾഡും ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്സ് ആണ് വരുന്നത്. ഇത് ടേൺ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ കാര്യങ്ങളും സംഭവങ്ങളും നമുക്ക് ഹസാർഡ് ലൈറ്റ്സ് സ്വിച്ച് ഓഫ് ചെയ്യാം. പിന്നെ വൈപ്പറിൻ്റെ ഓപ്ഷൻസും ഇവിടെയാണ് വരുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ വരുന്നത്. നമുക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ ഇതാ മിറർ പോലെ എന്നിട്ട് സൈഡ് മിററിൻ്റെ വിഷ്വൽ ഇവിടെ കാണിക്കും. ഇതാ കണ്ടോ, സൈഡ് മിററിൽ എന്തൊക്കെ കാണിക്കുന്നതെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് ലെഫ്റ്റ് ഇട്ട് കഴിഞ്ഞാലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ആണ് വരുന്നത്. ഇതിൽ നമുക്ക് അഡാസിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ഇരിക്കാനും അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആണ്, നല്ല സീറ്റ്സ് ആണ്, കുഷനിങ് സീറ്റ്സ് ആണ് കേട്ടോ. പിന്നെ ഈ രീതിയിൽ നമുക്ക് കപ്പ് ഹോൾഡേഴ്സ് കാണാം. പിന്നെ ഇത് വെന്റിലേഷൻ സീറ്റ്സിൻ്റെ ആണ് വരുന്നത്, 2 പേരുടെയും, ഡ്രൈവറിൻ്റെയും പാസഞ്ചറിൻ്റെയും. ഓക്കെ, പിന്നെ ഇവിടെ നമുക്ക് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ആക്ച്വലി പറയാൻ പറ്റില്ല, കാരണം ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വെന്റിലേഷൻ ഓണായിട്ടോ ഇവിടേക്ക് തണുപ്പ് വരാൻ തുടങ്ങി. പിന്നെ വയർലെസ് ചാർജറാണ് വരുന്നത്. പിന്നെ ഈ ഒരു സീറ്റ് കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്. ഒരു കുഷനിങ് സൈഡിൽ കണ്ടോ, നല്ല ഒരു സപ്പോർട്ടീവ് സീറ്റ്സ് ആണ് വരുന്നത്. പിന്നെ ക്രെറ്റ ഇലക്ട്രിക് എന്നുള്ളൊരു ബാഡ്ജിങ്ങും കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ പുറത്തിറങ്ങിയിട്ട് കാണിച്ചു തരാം. ഈ സീറ്റിലും നമുക്ക് ആ ഒരു സംഭവം വരുന്നുണ്ട് കണ്ടോ. ക്രെറ്റ ഇലക്ട്രിക് എന്ന ബാഡ്ജിങ് കൊടുത്ത കാരണം തന്നെ അത്യാവശ്യം നല്ല ഭംഗിയായിട്ടുണ്ട്. ഞാൻ പറയുകയാണെങ്കിൽ ഇതാ ഇവിടെ ഒരു സംഭവം വരുന്നത്, ഇത് ആക്ച്വലി ഒരു മാഗ്നറ്റാണ്. അപ്പോൾ നമുക്ക് ഫോട്ടോ വല്ലതും വെക്കണമെങ്കിൽ ഒരു സംവിധാനം ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്കിനി അപ്പുറത്ത് വന്നിട്ട് വിശേഷങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അങ്ങോട്ട് പോകാം. ഇവിടെ എത്തിക്കഴിഞ്ഞു. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇതാ ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റബിൾ ഡ്രൈവറും പാസഞ്ചർ സീറ്റ്സാണ് വരുന്നത് നമുക്ക്. പിന്നെ ഇവിടെ ഗ്ലോ ബോക്സ് വരുന്നുണ്ട്. അത്യാവശ്യം നോർമൽ സ്പേസിൽ തന്നെയാണ് വരുന്നത്. നമുക്ക് കൂൾഡ് ഗ്ലോ ബോക്സ് ആക്കാൻ കാരണം ഇവിടെ നമുക്ക് ചെറിയൊരു റോട്ടർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഓണാക്കി കഴിഞ്ഞാൽ നമുക്ക് കൂളാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇവിടെ സാധനങ്ങൾ വെക്കാം. പിന്നെ ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ്, ഫോണൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു എന്താ പറയുക ടെക്സ്ചർ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു ഗ്ലോസ് ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ സ്മൂത്ത് ടച്ചാണ് കേട്ടോ. വളരെ ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയിരുന്നെന്നാണ് തോന്നുന്നത്. കാരണം നല്ല കംഫർട്ടബിളാണ്. നമുക്ക് കൈ ഇവിടെ വെക്കുമ്പോൾ തന്നെ ഒരു സ്പെഷ്യൽ ഫീൽ കിട്ടുന്നുണ്ട്. പിന്നെ ഇത് എന്താണെന്ന് അറിയില്ല, സ്പീക്കർ ആയിരിക്കാം, അല്ലെങ്കിൽ സെൻസറിൻ്റെ കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട്. ഇനി നമ്മുടെ ഈ സ്റ്റോറേജ് ഹോൾഡറിൻ്റെ, അതായത് നമ്മുടെ ഹാൻഡ് റെസ്റ്റിൻ്റെ താഴെ സ്റ്റോറേജ് സ്പേസ് വരുന്നത്. ഇതും കൂൾഡ് സ്റ്റോറേജ് സ്പേസ് ഹോൾഡറാണ് വരുന്നത്. ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ കൈ വെക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം ഫ്രണ്ട് സീറ്റ് നിങ്ങൾക്ക് മനസ്സിലായാലും എങ്ങനെയാണ്. ഇനി നമുക്ക് പാസഞ്ചേഴ്സ് എങ്ങനെയാണ് ഇരിക്കുന്നത് നോക്കാം. അത് കയറുന്നതിൻ്റെ മുന്നേ ഈ ഒരു സീറ്റ് കണ്ടു, ഒരു സ്പെഷ്യൽ രീതിയിലല്ലേ. അത് ഞാൻ ഈ ഒരു ക്രെറ്റയുടെ കാണിച്ചു തരാം. ഈ ഒരു ക്രെറ്റയുടെ സീറ്റിൻ്റെ പൊസിഷനും ഈ ഒരു ക്രെറ്റയുടെ ഇലക്ട്രിക്കിൻ്റെ പൊസിഷനും വ്യത്യാസമില്ലേ. അതായത് കുറച്ചുകൂടി ഇൻക്ലൈൻഡ് അല്ലേ. അതെന്താണെന്നറിയോ, പറഞ്ഞുതരാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാറ്ററി താഴെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ബാറ്ററി അവർ നമ്മുടെ കാല് വെക്കുന്ന കാര്യത്തിൽ അവർ ഒട്ടും കോംപ്രമൈസ് വരുത്തിയിട്ടില്ല. അപ്പോൾ ഇത് കുറച്ച് ലിഫ്റ്റഡ് ആയതുകൊണ്ട് തന്നെ, ഈ ഒരു സംഭവം ലിഫ്റ്റഡ് ആയതുകൊണ്ട്, സീറ്റ് ലിഫ്റ്റഡ് ആയതുകൊണ്ട് നമ്മുടെ കയ്യും കുറച്ച് ലിഫ്റ്റഡ് ആയിട്ട് കാല് കുറച്ചുകൂടി സപ്പോർട്ടീവായിട്ട് വെക്കും. കാരണം ഒരു വളരെ നല്ലൊരു തോട്ടാണ് ഹ്യുണ്ടായി ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് നമ്മുടെ ട്രേ ആണ് കേട്ടോ. ഒരു ഫ്ലൈറ്റിലൊക്കെ ഇരുന്ന് പോണ പോലെ ഒരു ഫീൽ ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ ഇത് അൽക്കസറിൽ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മുടെ ക്രെറ്റ ഇലക്ട്രിക്കിലും വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ബ്ലൈൻഡ് വരുന്നുണ്ട് നമുക്ക്, സൺ ബ്ലൈൻഡ്. അത്യാവശ്യം നല്ലൊരു ഇതാണ്. നമ്മുടെ കിയ സോണറ്റിലും സെൽറ്റോസിലൊക്കെ ഇവർ ഹ്യുണ്ടായും കിയും ഓൾവേസ് എന്താ പറയുക ഒരു ഫീച്ചർ അല്ലെങ്കിൽ പാസഞ്ചേഴ്സിന് കുറച്ചുകൂടി കംഫർട്ടബിൾ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഇരിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് കാണാം വളരെ കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. പിന്നിക്ക് കുറച്ച് ചാഞ്ഞ കാര്യം തന്നെ വിസിബിലിറ്റി വരുന്നുണ്ട്. പിന്നെ കുറച്ചുകൂടി ഒരു കംഫർട്ടബിളായിട്ട് എനിക്ക് ചാരി ഇരിക്കാൻ പറ്റുന്നുണ്ട്. വളരെ നല്ല കാര്യമാണ്. പിന്നെ തൈ സപ്പോർട്ട് വളരെ നല്ലതുണ്ട്. പിന്നെ ഹെഡ് റൂം കുറച്ച് കുറവാണ്, എന്നാലും കുഴപ്പമില്ല. വലിയ ഇതിൽ ഉണ്ട് അത്യാവശ്യം ഹെഡ് റൂം. പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ഇവിടെ ഐസോഫിക് സ്റ്റൈൽ സീറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ
റെയർ AC വെൻസ് വരുന്നുണ്ട്. ഫോൺ ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻസാണ് ഇത്. നമ്മുടെ C-type ചാർജേഴ്സ്. ഇനി നമുക്ക് പനോരമിക് സൺറൂഫ് തുറക്കാം. നമ്മുടെ മഹാസ് പനോരമിക് സൺറൂഫ്. ഇതാ അടിപൊളി വിസിബിലിറ്റി ആണ് കേട്ടോ, ഒരു രക്ഷയില്ല. അപ്പോൾ ഇത്രയും നമുക്ക് കാറ്റൊക്കെ കൊണ്ടിട്ട് സുഖമായിട്ട് കംഫർട്ടബിളായിട്ട് പോകാൻ പറ്റുന്നതാണ്. പിന്നെ ഇവിടെ നമുക്ക് ചെറിയൊരു ലൈറ്റിംഗ് ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. അത് അത്യാവശ്യം നല്ല ഒരു കാര്യമാണ്. എന്താ പറയുക, ഒരു അറ്റൻഷൻ ടു ഡീറ്റെയിൽ പറയില്ലേ, അതേപോലെ തന്നെ ഹ്യുണ്ടായി കൊടുത്തിട്ടുള്ളത്. നമുക്കിതൊന്ന് അടയ്ക്കാം. പിന്നെ ഇവിടെ ലൈറ്റ്സ് ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ അവിടെ സൺഗ്ലാസ് ഹോൾഡറും ഫ്രണ്ടിൽ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഈ വാഹനത്തിനെ പറ്റിയിട്ടുള്ള വിശേഷങ്ങൾ. പിന്നെ ഒരു കാര്യം കൂടി, നമുക്ക് 60:40 സ്പ്ലിറ്റ് സീറ്റ്സ് ആണ് വരുന്നത്. കണ്ടോ, ഈ സീറ്റ് നമുക്ക് മടക്കാം. അപ്പോൾ 433 ലിറ്റർ എന്നുള്ള ബൂട്ട് സ്പേസ് പിന്നെയും കൂട്ടാൻ പറ്റും. ആ സീറ്റ് നമുക്ക് മടക്കാൻ പറ്റും. അപ്പോൾ വളരെയധികം വലിയ ബൂട്ട് സ്പേസ് ആണ് വരുന്നത്. വലുതാക്കി വീഡിയോ ലാഗാക്കി എന്നറിയാം, എന്നാലും നമുക്ക് ഇതോടെ നമുക്ക് എൻഡ് ചെയ്യാം. ഒരു കാര്യം കൂടി, ഇവിടെ നമുക്ക് ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്, കപ്പ് ഹോൾഡേഴ്സ്. നടുവിലത്തെ ആൾക്ക് ഹെഡ് റെസ്റ്റ് വരുന്നില്ല. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു ഈ വാഹനത്തിനെ പറ്റിയിട്ടുള്ള വിശേഷങ്ങൾ. ലാഗ് അടിപ്പിച്ചോ, വീഡിയോ ഇത്തിരി ലെങ്ത് കൂടി പോയി. കാരണം ഇതിപ്പോൾ ഫസ്റ്റ് ഒരു അഫോർഡബിൾ സെഗ്മെൻറ്റിൽ വരുന്നൊരു ഇലക്ട്രിക് വാഹനമാണ് ഹ്യുണ്ടായുടെ. ആദ്യമായിട്ടാണ് ഇവർ ഇങ്ങനത്തെ ഒരു വാഹനം ഇറക്കുന്നത്, ഒരു അഫോർഡബിൾ സെഗ്മെൻറ്റിൽ, ഒരു SUV സെഗ്മെൻറ്റിൽ. അപ്പോൾ എനിക്ക് തോന്നി കുറച്ചുകൂടി ഒരു ഡീറ്റെയിൽ റിവ്യൂ നിങ്ങൾക്ക് കൊണ്ടുവരുന്നെന്ന്. അപ്പോൾ കാല് വയ്ക്കാനൊക്കെ നല്ല സ്പേസ് ഉള്ള വാഹനമാണ്, പാസഞ്ചേഴ്സ് ഫാമിലിക്കൊക്കെ പറ്റിയ വാഹനമാണ്. അപ്പോൾ നമ്മൾ ഇതിലും നല്ല വീഡിയോസായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. നമുക്കിത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ കിട്ടിയിട്ടില്ല, കാരണം ഇത് ലോഞ്ച് ഇവിടെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിലും നല്ല വീഡിയോസ് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ഇത് അതുവരെയും കാണുന്ന പ്രതീക്ഷ. ഇറ്റ്സ് മീ പ്രണവ്, സൈനിങ് ഔട്ട്.